അനുഭവങ്ങളെ കരുത്താക്കാൻ പഠിപ്പിച്ചും തൻ്റെതായ അടയാളങ്ങളെ അവശേഷിപ്പിച്ചുമാണ് ഷെയ്ഖ് സുഹൈൽ സാലിം ബഹ്വാൻ ഒമാൻ ജനതയോട് വിട പറയുന്നത്. ഒരു ചെറിയ സംരംഭത്തെ ദശലക്ഷക്കണക്കിന് ഡോളർ മൂല്യമുള്ള കോർപ്പറേറ്റ് സാമ്രാജ്യമായി ഉയർത്തിയ വ്യവസായ ശില്പി, രാജ്യത്തിൻ്റെ സ്വകാര്യ മേഖലയുടെ വളർച്ച രൂപപ്പെടുത്തിയവരിൽ പ്രധാനി. ബഹുമതികളും വിശേഷണങ്ങളും ഒരുപാടുണ്ട് സുഹൈൽ ബഹ്വാൻ ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഷെയ്ഖ് സുഹൈൽ സാലിം ബഹ്വാന്. സൂറിൽ ജനിച്ച അദ്ദേഹം 1960കളുടെ മധ്യത്തിൽ സഹോദരനൊപ്പം മത്രാസൂക്കിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ, നിർമ്മാണ സാമഗ്രികൾ എന്നിവ വിൽക്കുന്ന ഒരു ചെറിയ കടയോടെയാണ് വ്യാപാര രംഗത്തേക്ക് പ്രവേശിച്ചത്. 1970കളിലെ ഒമാന്റെ സാമ്പത്തിക പരിവർത്തന കാലത്ത് ബിസിനസ് വൻ വളർച്ച കൈവരിച്ചു. സീക്കോ, തോഷിബ തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രധാന ഏജൻസികളും കരസ്ഥമാക്കി. തുടർന്ന് അദ്ദേഹം സ്ഥാപിച്ച സുഹൈൽ ബഹ്വാൻ ഗ്രൂപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബിസിനസ് സംഘങ്ങളിൽ ഒന്നായി വളർന്നു. 1975 ടൊയോട്ടോയുടെ ഡീലർഷിപ്പ് നേടിയെടുത്തു. 2002 ഇത് സഹോദരന് കൈമാറി. പിന്നീട് 2004 നിസാൻ കാറുകളുടെ ഒമാനിലെ ഡീലർഷിപ്പ് ഏറ്റെടുത്തു. 2023 നിസാൻ പങ്കാളിത്തം അവസാനിപ്പിക്കും വരെ ഇത് തുടർന്നു. ഓട്ടോമൊബൈൽ, രാസവളം, പെട്രോകെമിക്കൽസ്, എഞ്ചിനീയറിംഗ്, നിർമ്മാണം, ICT, ടെലികോം, ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, വാണിജ്യം, നിർമ്മാണം തുടങ്ങിയ വിവിധ മേഖലകളിൽ സുഹൈൽ ബഹ്വാൻ ഗ്രൂപ്പ് ഇന്ന് വ്യാപിച്ചു കിടക്കുന്നു. ഗൾഫിലും ഏഷ്യയിലും പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ജീവനക്കാരെ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പിന്റെ വളർച്ച ഒമാന്റെ സമ്പദ് വൈവിധ്യവൽക്കരണ ശ്രമങ്ങൾക്ക് ശക്തമായ പിന്തുണയാണ് നൽകിയത്. രാജ്യത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് വഴിവെച്ച നിരവധി പദ്ധതികളും ഉൽപാദന, നിർമ്മാണ, അടിസ്ഥാന സൗകര്യ മേഖലകളിലെ വൻ നിക്ഷേപങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലായിരുന്നു. ആരോഗ്യ മേഖലയും സാങ്കേതിക സേവനങ്ങളും ഉൾപ്പെടെ നിരവധി പുതിയ മേഖലകളിലും ഗ്രൂപ്പ് സാന്നിധ്യം അറിയിച്ചു. ഈ വർഷം ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരായ അറബികളുടെ പട്ടികയിൽ സുഹൈൽ ബഹ്വാൻ 23ാം സ്ഥാനത്ത് ഇടം പിടിച്ചിരുന്നു. 1.9 ബില്യൺ US$ അദ്ദേഹത്തിന്റെ ആസ്തിയെന്ന് ഫോബ്സ് മാഗസിൻ വെളിപ്പെടുത്തുന്നു. രാജ്യത്തിന്റെ വളർച്ച സംബന്ധിച്ച സുഹൈൽ സാലിം ബഹ്വാന്റെ ദീർഘവീക്ഷണവും സാമൂഹിക പ്രതിബദ്ധതയും വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക ക്ഷേമം തുടങ്ങിയ മേഖലകളിലെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമാണ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ബഹുമാനം നേടിക്കൊടുത്തത്.